സർവകലാശാലയിലെ സസ്പെൻഷൻ വിവാദത്തിൽ ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറിന് VC-യുടെ കാരണം കാണിക്കൽ നോട്ടീസ്. രജിസ്ട്രാർ KS സനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചതായി കാണിച്ച് സർവകലാശാലയിലെ എല്ലാ വകുപ്പുകൾക്കും കത്തയച്ചതിനാണ് നോട്ടീസ് നൽകിയത്. 15 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് VC-യുടെ ആവശ്യം. തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ ചേർന്നു. ഹാൻസ്, ഈ വിഷയത്തിൽ സർവകലാശാല വിഷയത്തിൽ ഒരു സമവായത്തിന് സർക്കാരും ഗവർണറും നിലനിൽക്കുമ്പോഴും തല്ലിത്തീരുന്നില്ല സർവകലാശാലയിലെ വിഷയങ്ങൾ. നിലപാടിൽ വിട്ടുവീഴ്ചയ്ക്കില്ല VC. എങ്ങനെയാണ് പുതിയ നടപടികൾ? കഴിഞ്ഞ ദിവസമാണ് കേരള സർവകലാശാലയിലെ സസ്പെൻഷൻ വിവാദവുമായി ബന്ധപ്പെട്ട വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ മന്ത്രി R ബിന്ദുവിനെ നേരിട്ട് കണ്ടത്. ഈ നേരിട്ട് കണ്ട സമയത്തും സർവകലാശാലയിലെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് മന്ത്രി ആവശ്യപ്പെട്ടത്. പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് മാറാൻ അദ്ദേഹം തയ്യാറായുമില്ല, വൈസ് ചാൻസലർ തയ്യാറായില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജോയിന്റ് രജിസ്ട്രാർ ആയിട്ടുള്ള P ഹരികുമാറിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ വൈസ് ചാൻസലർ യോഗം പിരിച്ചുവിട്ടതിന് ശേഷവും അനധികൃതമായി തുടർന്നു. അതുകൂടാതെ തന്നെ സിൻഡിക്കേറ്റിന്റെ തീരുമാനപ്രകാരം രജിസ്ട്രാർ ആയിട്ടുള്ള KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടി പിൻവലിച്ചുകൊണ്ട് ഉത്തരവിറക്കി. ഇതുകൂടാതെ തന്നെ ഈ ഉത്തരവ് സർവകലാശാലയിലെ എല്ലാ വകുപ്പുകൾക്കും വൈസ് ചാൻസലറുടെ അനുമതിയില്ലാതെ നൽകി എന്നീ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജോയിന്റ് രജിസ്ട്രാർ ആയിട്ടുള്ള P ഹരികുമാറിന് ഇമെയിൽ സന്ദേശം വൈസ് ചാൻസലർ അയച്ചിരിക്കുന്നത്. ഈ സന്ദേശപ്രകാരം 15 ദിവസത്തിനകം വിശദീകരണം നൽകണം. വിശദീകരണം നൽകുന്നതിൽ വീഴ്ച ഉണ്ടായാൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും വൈസ് ചാൻസലർ ഇപ്പോൾ അയച്ചിരിക്കുന്ന മെയിലിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സേതു.